പോലെ മിക്കവർക്കും മിക്കവർക്കും മീൻസ് കുറച്ച് ആൾക്കാർക്കെങ്കിലും തടി കുറച്ച് പ്രശ്നമായിട്ടുള്ള ആൾക്കാർ, തടി കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നം. ഞാൻ ഈ രണ്ട് സിറ്റുവേഷൻ നല്ല പോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. കാരണം ഞാൻ കുഞ്ഞിലെ ആയിരുന്നെന്നുണ്ടെങ്കിൽ, കുഞ്ഞിലെ മീൻസ് 10th വരെയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഒരു പനി പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇത്രയും കേജ് കൂടി അത്രയും കേജൊക്കെ ചിലപ്പോൾ കുറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഞാൻ. ഭയങ്കര അണ്ടർ വെയിറ്റ് ആയിരുന്നു, ഒട്ടും വണ്ണം ഉണ്ടായിരുന്നില്ല, ഭയങ്കര മെലിഞ്ഞ ഓണൊക്കെ കുളി പോലെ ഇരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പൊ അണ്ടർ വെയിറ്റ് ആയിട്ട് എങ്ങനെയും വെയിറ്റ് കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ. അങ്ങനെ വെയിറ്റ് കൂട്ടി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പോയപ്പോൾ ആ വെയിറ്റ് അങ്ങോട്ട് വല്ലാണ്ട് കൂടിപ്പോയി, അതങ്ങോട്ട് ഓവർ വെയിറ്റ് ആയി. അപ്പൊ ആ സിറ്റുവേഷനും മറ്റേ സിറ്റുവേഷനും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ. അങ്ങനത്തെ കുറേ പേരുണ്ടാവും. പിന്നെ അങ്ങോട്ട് ഓവർ വെയിറ്റ് ആയിട്ട് അതങ്ങോട്ട് കുറയണമില്ല. എന്നിട്ട് അണ്ടർ വെയിറ്റ് ആയിരുന്നിരുന്ന ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ഓവർ വെയിറ്റ് ആയി, 78 kgsലായി. പക്ഷെ +2 ആണെന്നുണ്ടെങ്കിൽ ഞാൻ 50 to 56 kgs ആയിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല വലിയ ഏതോ ഒരു ജീവിയാണ് ഞാൻ എന്ന് തോന്നും. കാരണം എനിക്ക് നല്ലപോലെ കൈക്ക് നല്ലപോലെ വണ്ണമുണ്ട്, കണ്ടോ, നല്ല വണ്ണമുണ്ട് കൈക്ക്. അപ്പൊ നമ്മ ഇങ്ങനെ നോർമലി ഇരിക്കുമ്പോൾ കൈക്ക് വണ്ണമുള്ളതിന്റെ പേരിൽ വലിയൊരു അജനബഹൂവിന്റെ കണക്കിരിക്കും. പക്ഷെ കൈ ഇങ്ങനെ പൊക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ണം തോന്നില്ല. കാരണം ഇവിടെ ബോഡിക്ക് വണ്ണം അധികം ഇല്ലാത്തതിന്റെ വണ്ണം തോന്നിക്കില്ല. എന്താ ദേഷ്യം വരുന്ന പാർട്ടാ അത്. പിന്നെ ഞാൻ ഡയറ്റ് എടുത്തു എന്റെ പേര് കുറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഇടയിൽ ഒരു പരിവം തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഡയറ്റ് ഒരു ദിവസം എടുത്തിട്ട് രണ്ടാമത്തെ ദിവസം എടുത്തു, മൂന്നാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് മടിയായി. അന്നൊന്നില്ലാത്ത കൊതികളായിരുന്നു എനിക്ക് അന്ന് വന്നിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് അതായത് എനിക്ക് ചോറൊന്നും ഇഷ്ടമല്ല. എനിക്ക് കഷ്ടപ്പെട്ട് കഴിക്കണതാണ് ഞാൻ ചോറൊക്കെ. അതായത് ഞാൻ ചോറേ കഴിക്കില്ല, ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്താണ്, പക്ഷെ എനിക്ക് ഡയറ്റ് എടുത്ത പിന്നെ ചോറും മീൻകറി, ചോറും മുട്ടക്കറി, ചോറ് സാമ്പാർ, ചോറും മീൻകറി, ചോറും ചിക്കക്കറി അങ്ങനെയൊക്കെ തിന്നാൻ തോന്നുന്നു എനിക്ക്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ സുഖമായിരുന്നല്ലേ. ഡയറ്റ് എടുക്കുമ്പോഴായാലും നമുക്ക് പ്രിഫേബിൾ ആയിട്ട് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ഡയറ്റ് വേണം. ആ ഡയറ്റിൽ നമ്മളെ മെൻഡർ ചെയ്തിട്ട് നമ്മളെ നോക്കിക്കൊണ്ട് നടന്ന് കഴിച്ചില്ലേ, എന്തെങ്കിലും ഡയറ്റ് തെറ്റിച്ചോ എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ സുഖമില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതിനൊക്കെ ഭയങ്കര പൈസ ചിലവല്ലേ. ഡയറ്റീഷ്യൻ എടുക്കാനും പേഴ്സണൽ ട്രെയിനറൊക്കെ എടുക്കാൻ ഭയങ്കര പൈസ ചിലവായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കേ ചിന്തിക്കാറില്ല. അത് ആലോചിച്ച് മനസ്സിൽ കയറുമ്പോഴേക്കും പൈസ വേണ്ട എന്നിട്ട് ഞാൻ അതങ്ങ് നീക്കി കാണിക്കും. അതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവാറേ ഇല്ല. ഒരു ദിവസം എനിക്ക് HQ വില്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന്റെ ആഡ് വന്നു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു നോക്കിയപ്പോൾ ക്യാഷ് റേറ്റിന്റെ സംഭവം അറിയാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതന്നെ. മെസ്സേജ് അയച്ചപ്പോഴേ അധികം റേറ്റ് ഒന്നുമില്ല, 1000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും റേറ്റ്സ് കൊടുക്കാം. 1000 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പേഴ്സണലും ഉണ്ട്, അവർക്ക് ഗ്രൂപ്പായിട്ടും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സസിൽ യോഗാസ് ആയാലും എന്തായാലും സൂംബാസ് ആയാലും എന്തായാലും എടുക്കില്ല. അവർക്ക് എല്ലാവരും ഉണ്ട്. ഡയറ്റ്, വർക്കൗട്ട്, സൂംബ, യോഗ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവർക്ക്. നമുക്ക് ഡയറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതായിട്ട് യൂസ് ചെയ്യാം. ഇനി ഡയറ്റും പ്ലസ് വർക്കൗട്ട്സും വേണമെന്നുണ്ടെങ്കിൽ അതായിട്ട് യൂസ് ചെയ്യാം. ഡയറ്റ്, സൂംബ, വർക്കൗട്ട്സ്, യോഗ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയായാൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് മാത്രമായിട്ട് നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം എന്താണ്, ഞാനവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ അത്ര റേറ്റ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൺസൾട്ടേഷൻ ആയിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കൺസൾട്ടേഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്ക് കൺസൾട്ടേഷൻ ആയിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഒരു നല്ല അറിഞ്ഞ് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെ പ്രശ്നം, PCOD ഉണ്ടോന്നോ, പീരിയഡ്സിന് എന്തെങ്കിലും ചേഞ്ചസ് ഇങ്ങനെ വരാറുണ്ടോന്നോ ഒക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പീരിയഡ്സിനായിട്ട് യാതൊരു പ്രശ്നം അങ്ങനെ തോന്നിയിട്ടില്ല. മുൻപുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ തോന്നിയില്ല. അതിൻ്റെ അത് വിട്ടു. പിന്നെ എനിക്ക് സൈനസൈറ്റിസ്, ഇങ്ങനെ മൂക്കിന്റെ ചില കുറച്ച് ഇങ്ങനെ ചില്ലറ തട്ടിപ്പ് അങ്ങനത്തെ മുതലായ സാധനങ്ങൾ എൻ്റെ പേരിൽ മൂക്കിന് കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അവർക്ക് എന്താണോ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. മൂക്കിന് എന്തൊക്കെ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെനിക്ക് അതിന് പ്രത്യേകിച്ച് ഡേഞ്ചറസ് സിറ്റുവേഷൻ, ആ ഒരു അസുഖം ഉണ്ടായതിൻ്റെ പേരിൽ ഈ ഡയറ്റ് എടുക്കുന്നതിൻ്റെ പേരിൽ ആ അസുഖം കൂടാൻ പാടില്ലല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് കടക്കാത്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ അവരുണ്ടാക്കി തരാം. അതിപ്പോൾ PCOD ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡയറ്റീഷ്യൻ വന്നിട്ട് നമ്മളോട് സംസാരിക്കുക, ഒരു ഡോക്ടർ വന്നിട്ട് നമ്മളോട് സംസാരിക്കുക. എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എത്ര മണിക്ക് കിടന്ന് ഉറങ്ങുക, എത്ര മണിക്ക് എണീക്കുക എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഞാൻ നല്ലപോലെ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. 6 മണി 4 മണിക്കൊക്കെ ഇറങ്ങുക. രാവിലെ ഒരു രാവിലെ ഉച്ചയ്ക്ക് എണീക്കുക, 10 മണി 11 മണി 12 മണിക്ക് ആകുമ്പോഴേ എണീക്കുള്ളൂ. അപ്പം ഞാൻ അതൊക്കെ കറക്റ്റ് പറഞ്ഞപ്പോൾ എനിക്ക് ആ ടൈമിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഉണ്ടാക്കി തന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ലേറ്റ് നൈറ്റിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. സ്വാഭാവികമായിട്ട് ലേറ്റ് നൈറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് വിശക്കും. കൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴായിരുന്നു കൂടുതൽ വിശക്കും. അതിൻ്റെ പേരിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു കൺസൾട്ടേഷൻ ഭയങ്കര
എന്താ പറയാ, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞൂടാ. അവർ കറക്റ്റ് എല്ലാം ചോദിച്ചു. എനിക്ക് എന്തൊക്കെ അലർജീസ് ഉണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതൊക്കെയാണ് ഒക്കെ ചോദിച്ചിട്ടാണ് അവർ ചെയ്തെന്നിട്ടുള്ളത്. അവരിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഒന്നും പുറത്തുനിന്ന് അങ്ങനെ കുറേ വാങ്ങേണ്ടി വരത്തില്ല, ഒക്കെ വീട്ടിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കുള്ളൂ ഡയറ്റ് ഉണ്ടാവുക. കുറേ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറേ കാശ് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. 2 മാസത്തിനും 4 മാസത്തിനുള്ളിൽ എന്തായാലും 20 kgs കുറച്ച് കൈ തരും എൻ്റെ അടുത്ത് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനായിട്ട് പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നും തെറ്റിക്കാൻ പാടില്ല, അവർ മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ചെയ്യണമൊക്കെ ഞാനല്ലേ, ഞാനും കൂടി വിചാരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അതിനുള്ള നമ്മിട്ട എഫേർട്ട് ഒന്നും അതിന് കിട്ടില്ല. പേഴ്സണൽ ആയിട്ട് കൊടുക്കാൻ പറ്റും, ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പേഴ്സണൽ എടുത്തത്. അതിൻ്റെ പേരിൽ എനിക്ക് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. എന്താണ്, ഞാനും ഡയറ്റീഷ്യനും പിന്നെ മെൻറ്ററും കൂടിയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നമുക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ചോദിക്കാം. ഇന്ന സാധനം കഴിക്കാൻ പറ്റുമോ, ഇന്ന സാധനം കഴിക്കാൻ പറ്റില്ലേ, അതൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ഡൗട്ട്സ് ഒക്കെ അതിനകത്തായി ഡോക്ടർ വന്ന് ക്ലിയർ ചെയ്ത് തരും. അപ്പം എനിക്ക് ആപ്പിലാണ് ഡയറ്റ് എടുത്തേക്കണേ. അപ്പം അതിനകത്ത് ഞാൻ 10 മണിക്കാണല്ലോ എനിക്ക്. അപ്പം സൈനസ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഞാൻ മൂക്കിൻ്റെ പ്രശ്നമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞുള്ളതിൻ്റെ പേരിൽ അതിന് ഇതായിട്ടുള്ള ഡയറ്റാണ് എനിക്ക് അവർ തന്നേക്കണേ. അതിൻ്റെ പേരിലാണ് അങ്ങനത്തെ ഒരു പേരിട്ടേക്കണേ. പിന്നെ 10 മണിക്കാണ് ഞാൻ എണീക്കണതിൻ്റെ പേരിൽ എനിക്ക് അപ്പോഴാണ് അവരൊരു ഡീടോക്സ് ഡ്രിങ്ക് തന്നേക്കുന്നത്, ജിഞ്ചറും ടേമറിക്കും ആയിട്ടുള്ളത്. പിന്നെ ഒരു സീ ട്രയൽസ് ഉണ്ട്, ഞാൻ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയത്. അപ്പം സീ ട്രയൽസ് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ചോദിക്കണം ഇനി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 11 മണിക്കാണ്. യൂഷ്വലി നമ്മൾ എണീക്കുമ്പോൾ 10 മണിയാവില്ല, നമ്മളില്ല ഞാൻ എണീക്കുമ്പോൾ 10 മണിയാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ 11 മണിക്കാണ്. അപ്പം 11 മണിക്ക് വെജ് ഓംപ്ലേറ്റ് ആണ്. ഇനി ഇത് എഗ് വെജ് ഓംപ്ലേറ്റ് ആണ്. ഇത് എഗ്ഗ് കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കഴിക്കണം എന്ന് അവർ പറയുന്നില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയത് അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുമോ എന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞുതരും. പറ്റണമെന്നുണ്ടെങ്കിൽ ഇത്ര ആയ സാധനത്തെ ഇപ്പം എന്താണോ ഉണ്ടാക്കിയത് ആ സാധനത്തിൻ്റെ ഇത്ര എമൗണ്ട് കഴിച്ചാൽ മതി. ഇപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ 2 ദോശ 1.5 ദോശ അങ്ങനെ എത്ര എമൗണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും, നമ്മുടെ വെയിറ്റും കാലറീസ് അനുസരിച്ച് നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റുമെന്ന് അവർ നമുക്ക് പ്രിഫർ ചെയ്ത് തരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കഴിച്ചു പോയാൽ മതി. പിന്നെ ഇതിനകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എഗ് വെജ് ഓംപ്ലേറ്റ്, അതുപോലെ തന്നെ വെജിറ്റബിൾ സാലഡ്സും സോൾട്ടഡ് മഷ്റൂംസും അവക്കാഡോ സ്മൂത്തീസ്, ഗ്രില്ലഡ് പനീർ, വെജിറ്റബിൾ സാലഡ്സ്, സ്ക്രാമ്പിൾഡ് എഗ്, ആപ്പിൾ, അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഈ 5 ഓപ്ഷൻസ് ഉള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും നമ്മൾ എന്തോരം അതിൻ്റെ എമൗണ്ട് കഴിക്കണമെന്ന് ഒക്കെ നമുക്ക് അവർ പറഞ്ഞു തരും. അത്രയും കഴിച്ചു പോകാം, അല്ലാണ്ട് ഇത് തന്നെ കഴിക്കണമെന്ന് അവർ പറയുന്നില്ല. എൻ്റെ അടുത്ത് ഒരു ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പുറത്ത് കുറേ പർച്ചേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡയറ്റിന് വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി എന്ന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ച് 1:30ക്കാണ്. പിന്നെ അതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ സാധനത്തിനും 5 ഓപ്ഷൻസ് ആണ് അതിനുള്ളത്. ബ്രൗൺ റൈസ് 7 ഓപ്ഷൻസാണ്. 7 ഓപ്ഷൻസാണ് അതിനുള്ളത്. അപ്പം ബ്രൗൺ റൈസും സാമ്പാറും വെജിറ്റബിൾ തോരൻ വിത്തൗട്ട് കോക്കനട്ടാണ്. പിന്നെ ചപ്പാത്തി, മുതിരക്കറി, വെജിറ്റബിൾ തോരൻ, ബസ്മതി റൈസ്, ചിക്കൻ കറി, വെജിറ്റബിൾ തോരൻ, ബ്രൗൺ റൈസ്, പരിപ്പ് കറി, വെജിറ്റബിൾ തോരൻ, പിന്നെ ബ്രൗൺ റൈസ്, ഫിഷ് കറി വിത്ത് കോക്കനട്ടാണ് ഫിഷ് കറി, 2-3 പീസസ് എടുത്തിട്ട് ഫിഷിൻ്റെ, പിന്നെ വെജിറ്റബിൾ തോരൻ, പിന്നെ ദോശ, ചിപ്പി, കടലക്കറി, വെജിറ്റബിൾ തോരൻ, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, വെജിറ്റബിൾ തോരൻ. അങ്ങനെ 7 ഓപ്ഷൻസാണ് ലഞ്ചുള്ളത്. ലഞ്ചിനായാലും എന്തിനായാലും നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോ അവർ കഴിച്ചു കൊടുക്കുക. ഇത് കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞുതരും എന്തോരം കഴിക്കണം എന്നൊക്കെ, അതിങ്ങോട്ട് കഴിക്കുക. പക്ഷേ ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പം ഡയറ്റ് എടുത്തിട്ട് ഇവർ അറിയൂലല്ലോ എന്ന് വെച്ചിട്ട് പോയിട്ട് അപ്പുറത്ത് പോയിരുന്ന് ബിരിയാണി ഐസ്ക്രീമോ തിന്നാൻ നിൽക്കരുതെന്ന് മാത്രം എൻ്റെ അടുത്ത് അവർ പറഞ്ഞുള്ളൂ. വേറൊന്നും അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല. 4 മാസത്തിനുള്ളിൽ 20 kgs കുറച്ച് വരുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിഡ് സ്നാക്ക് 3 മണിക്കായിട്ടുള്ള മിഡ് സ്നാക്കാണ്. അത് ഒരു ആപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈനാപ്പിൾ, ഒരു ബനാന, ഒരു പൊമഗ്രനേറ്റ്, ഇതൊക്കെ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അലർജീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവരുടെ അടുത്ത് പറയാം. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏതൊക്കെ ഫുഡ്സാണ് ഇഷ്ടമല്ലാത്തത്, ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഇഷ്ടമല്ലാത്തതെന്ന് പറയുമ്പോൾ അവർ നമുക്കത് റീപ്ലേസ് ചെയ്ത് തരും, വേറെ ഫുഡാക്കി തരും. അത് നമുക്ക് കൺസൾട്ടേഷനിൽ തന്നെ അവർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും ഏതൊക്കെ ഫുഡാണ്, ഏതൊക്കെ നട്ട്സ്, ഏതൊക്കെ എന്താണ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ, നമുക്ക് അലർജീസ് ആയിട്ടുള്ള സാധനങ്ങൾ, ചിലർക്ക് ചോറ് അലർജി ആയിരിക്കുള്ളൂ, ചില വെജിറ്റബിൾസ്, ചില ഫ്രൂട്ട്സ് ഒക്കെ അലർജീസ് ആയിരിക്കും അല്ലേ, അപ്പം നട്ട്സ് ഒക്കെ അലർജീസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടാക്കും. അല്ലാണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു ഒറ്റ ഡയറ്റ് അല്ല. നമുക്ക് നമ്മുടെ അലർജീസും നമ്മുടെ അസുഖങ്ങളും എല്ലാം നമുക്ക് ഇഷ്ടക്കേടും നമ്മുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് മാത്രമേ അവർ നമുക്ക് ഡയറ്റ് ഉണ്ടാക്കി തരുള്ളൂ. ഇനി മിഡ് സ്നാക്ക് ഒരു 3 മണിക്കാണ്. ഇനി 5 മണിക്ക് പിന്നെ ഒരു ഡീടോക്സ് വാട്ടർ ആണ്. അത് ലെമണും ചീയ ആയിട്ടുള്ള
ആയിട്ടുള്ള ഡീറ്റോക്സ് വാട്ടറാണ്. ചിയ ഭയങ്കര വലിയൊരു സംഭവമാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിയ ഡയറ്റ് ഒന്നും എടുക്കാണ്ട് ചിയ മാത്രം കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോകും. ഡയറ്റ് എടുത്താലേ, കാലറി ഡെഫിഷ്യൻസി ചെയ്താലേ ചിയ സീഡ് എടുത്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഡിന്നർ 7:30 ഡിന്നർ കഴിക്കണം. 7:30 സാധാരണ പോലെ തന്നെ ബ്രൗൺ റൈസ്, സാമ്പാർ, ദോശ, സാമ്പാർ, ഇഡ്ഡലി, സാമ്പാർ, അപ്പം, ചിപ്പി, കടലക്കറി, ഗ്രില്ലഡ് ചിക്കൻ, വെജിറ്റബിൾ സാലഡ്സ്, ലെമൺ ജ്യൂസസ്, ബ്രൗൺ റൈസ്, ഫിഷ് കറി, ഇടിയപ്പം, ഗ്രീൻ പീസ്. അങ്ങനെ കുറേ ഇതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കഴിച്ചു കൊടുക്കുക എന്താണോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് കിടക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മിഡ് നൈറ്റ് ക്രേവിങ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴാണോ കിടക്കണത് അതിനനുസരിച്ചിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. സാധാരണ ഡയറ്റ് പ്ലാൻ 7 മണിക്ക് ഫുഡ് കഴിച്ച് കിടക്കണം അങ്ങനെ ആയിരിക്കില്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. എനിക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ ആയിട്ട് തോന്നി എനിക്കത്. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ട് കിടക്കണം. എൻ്റെ വല്ല 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയാകുമ്പോൾ വിശന്നാലോ എന്ന് വെച്ചിട്ട് അവിടെ ഒരു മിഡ് സ്നാക്ക് വെച്ചിട്ടുണ്ട്. സോക്കഡ് മിക്സ്ഡ് നട്ട്സ് ആണ്. എനിക്ക് 9 മണിയാകുമ്പോൾ ഒന്നും വിശക്കാറില്ല. ഇനി പിന്നെ 11 മണിയാകുമ്പോൾ പിന്നെ മിഡ് സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ റോസ്റ്റഡ് മഖാന അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം. ഇനി ബെഡ് ടൈം അല്ല, എപ്പോഴാണോ ഉറങ്ങണത് ആ ഉറങ്ങണതിന് മുന്നേ ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കണം. ജിഞ്ചർ, ലെമൺ, ഹണി, ചിയ ഇട്ടിട്ടുള്ളൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് കുടിക്കണം. അപ്പം നമുക്ക് ഇനി ഇത് മാത്രം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണമൊന്നും കുറയത്തില്ല. നമ്മൾ വർക്കൗട്ട്സും ചെയ്യണം. നമുക്ക് ചെയ്യേണ്ട ഡെയിലി ചെയ്യേണ്ട വർക്കൗട്ട്സ് നമുക്കിവിടെ മോളിൽ 2 days വർക്കൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കണതിൽ ഉണ്ടാവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ വർക്കൗട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കളക്ഷൻസിൽ കിടക്കണുണ്ടാവും. ഇങ്ങനെ 60 minute ചലഞ്ച്, 30 minute ഫാറ്റ് ബേൺ, 15 minutes മോർണിംഗ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ആം സ്റ്റോണർ, ബിൽഡ് അയൺ ലെഗ്സ്, ബൈ ബെല്ലി ഫാറ്റിൻ്റെ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് അതിൻ്റേതായിട്ടുണ്ടാവും. ബിഗിനേഴ്സിൻ്റെ വർക്കൗട്ട്സ് ഉണ്ട്. ഇനി എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള വർക്കൗട്ട്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്ത വർക്കൗട്ട്സ് ഉണ്ട്. എന്നാൽ നമുക്കൊരു കംഫർട്ടബിലിറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്ത് എടുക്കാറുള്ളല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ വലിയ സാധനം തലക്കേറ്റ് വെച്ചോളായിരിക്കില്ലേ. ഇതങ്ങനെയൊന്നുമില്ല. നമുക്ക് ശരിക്കും വെറുതെ സാധാരണ നോർമൽ ഡേ പോലെ തോന്നുള്ളൂ. ഇനി ഫാറ്റ് ബേണിലൊക്കെ എന്നൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാലറി കില്ലർ, ഫുൾ ബോഡി ബേണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കിടക്കുന്നുണ്ടാവും. ഫുൾ ബോഡി ബേണർ ആണെന്നുണ്ടെങ്കിൽ അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 40 seconds എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്കിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 4 മാസത്തിനുള്ളിൽ 20 kgs കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. വർക്കൗട്ട്സും ഉണ്ട്, ഡയറ്റും കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അവരുടെ കോണ്ടാക്ട്സ് നമ്പറൊക്കെ ഞാനിവിടെ കൊടുക്കാം. ഞാൻ കഴിക്കുന്ന ഓരോ ഫുഡ്സായിട്ട് ഞാൻ ഡെയിലി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഷോർട്സ് ഇടാക്കി ഡെയിലി എന്തെങ്കിലും പിന്നെ ഫുഡ്സ് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇത് ഷോർട്സ് ആക്കിയിട്ടിടാം, ഡേ ഇൻ മൈ ലൈഫ് പോലെ. അതല്ല ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. ഇനി വണ്ണം കുറയും, ഇനി എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കാനും ശുശ്രൂഷിക്കാനുണ്ടല്ലോ എന്ന് എനിക്കറിയുമ്പോൾ എനിക്കൊരു സമാധാനം ബോധമൊക്കെ വന്നിട്ട് ഞാൻ വണ്ണം കുറയ്ക്കുന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഞാൻ പോകുന്നു. വിശ്വാസം അതാണല്ലോ എല്ലാം. ചതിക്കൂലായിരിക്കും ഞാൻ എന്നെ തന്നെ. ചേട്ടൻ അവർ പറഞ്ഞ ഡയറ്റീഷ്യൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് ബിരിയാണി ഒന്നും കഴിക്കണ്ടെന്നാൽ മതി. ഇവിടെ പിന്നെ ബിരിയാണി ഒക്കെ വെക്കണത് ഞാനാണല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണി വെക്കൂല. ഞാൻ അമ്മേനെ അച്ഛനെ പിടിച്ച് ഡയറ്റ് ഇട്ടിരിക്കുന്നു നോക്കിയേക്കോ. പക്ഷെ അവർക്ക് വേറെ ഇഷ്യൂസ് ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് ഞാൻ എടുക്കുന്ന ഡയറ്റൊന്നും അവരെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെ ഇഷ്യൂസ്, അവർക്ക് വേറെ ഇഷ്യൂസ്, അവരുടെ വേറെ ബോഡി ടൈപ്പ്, അങ്ങനത്തെ സംഭവങ്ങളും വേറെ സാധനങ്ങളാണല്ലോ. അപ്പം എൻ്റെ ഡയറ്റ്, ഞാൻ എടുക്കുന്ന ഡയറ്റ് അവർക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ തരത്തിലുള്ള അവരുടെ ഡയറ്റീഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പച്ചന് ഷുഗർ ഉണ്ട്, അപ്പം അങ്ങനത്തെ ഒക്കെ ഇതായിട്ട് പറഞ്ഞ ഡയറ്റീഷ്യൻ പ്രിഫർ ചെയ്ത് തരുന്ന മാത്രം ഡയറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പം അവർക്ക് കഴിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറേ പാടിയിൽ വളരണം, ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിച്ചുകൂടാല്ലോ. അപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞു തരും അവർ കറക്റ്റായിട്ട്. ഇപ്പം എൻ്റെ ഡയറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ ഡയറ്റ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ. അപ്പം ശരി, ബായ്. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് വരാം. ബായ്.